ഇത് R.K. നാരായണൻ്റെ എൻ ആസ്ട്രോളജേഴ്സ് ഡേ എന്ന ഷോർട്ട് സ്റ്റോറിൻ്റെ സമ്മറിയാണ്. സോ വിത്തൗട്ട് നെജു ലെറ്റ്സ് മൂവ് ഓൺ ടു ദി ടോപ്പിക്. ഇത് മേ ബി ഒരു ലെങ്തി എക്സ്പ്ലനേഷൻ ആയിരിക്കും. ഇതൊരു സമ്മറിയാണ്, പരമാവധി ഷോർട്ടാക്കാൻ നോക്കുന്നുണ്ട്. ഇംഗ്ലീഷ് വായിക്കാതെ മലയാളത്തിൽ ജസ്റ്റ് പറഞ്ഞു പോകുന്നുണ്ട്. ഒരിക്കൽ ഒരു ഉച്ച സമയത്ത് ആസ്ട്രോളജർ, ഒരു ജ്യോതിഷൻ നടത്തുന്ന ആളുടെ എക്യുപ്മെൻറ്റ്സ് എല്ലാം എടുത്തിട്ട്, കൗടിശല്യകളും മറ്റു എക്യുപ്മെൻറ്റ്സ് എല്ലാം എടുത്തിട്ട്, കോപ്പുകളും മറ്റു കാര്യങ്ങളെല്ലാം എടുത്ത് റെഡി ആയിരിക്കുകയാണ്. ആളുടെ നെറ്റി കുറിയിൽ ഒരു ഇതുണ്ട്, ഭസ്മം കൊണ്ട് 3 വരകളുണ്ട്. അതിൽ തന്നെ സാഫ്രോൺ കളറായിട്ടുള്ള കാവ്യ നിറത്തിലുള്ള ഒരു ടർബനാണ് അവർ ധരിച്ചേക്കുന്നത്. അതിൽ തന്നെ ഒരു ആസ്ട്രോളജറിൻ്റെ അറ്റയർ എങ്ങനെയായിരിക്കും, അതും ലുക്കും പരമാവധി ഇൻഹ്യൂമനാണ്, അല്ലെങ്കിൽ ഒരു അമാനുഷിക കഴിവുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സിദ്ധിച്ചിട്ടുള്ള അല്ലെങ്കിൽ അത്ര സിദ്ധികൾ കയ്യിലുള്ള ആള് എന്ന് വരുത്തിത്തീർക്കാൻ ഉതകുന്ന രൂപത്തിലുള്ള ഒരു അറ്റയറാണ്, ലുക്കാണ് അയാൾക്കുള്ളത്. ആൻഡ് ഇതിലൂടെ എന്താണ് R.K. നാരായൺ പറയാൻ ഉദ്ദേശിക്കുന്നത്? ആസ്ട്രോളജറിൻ്റെ അപ്പിയറൻസും എക്യുപ്മെൻറ്റ്സ് എല്ലാം അദ്ദേഹത്തിന് ഒരു സൂപ്പർ നാച്ചുറൽ പ്രസൻസ് കൊടുക്കുന്നു എന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് അങ്ങനെ ആണെങ്കിൽ ജനങ്ങൾ വിശ്വാസികളായ ജനങ്ങളും ആഗ്രഹിക്കുന്നതും അപ്രകാരം തന്നെയാണ് എന്ന് ഇവിടെ ഓത്തർ പറയാൻ ഉദ്ദേശിക്കുന്നതാണ്. ഈ ആസ്ട്രോളജർ എവിടെയാണ് ഇരിക്കുന്നത്? ഒരു ടാമറിൻ്റെ ട്രീയുടെ താഴെയാണ്. ഒരു ടൗൺ ഹാളിലേക്ക് പോകുന്ന വഴിയിലുള്ള ടാമറിൻ്റെ ട്രീയുടെ അടിയിലാണ്. അവിടെ ആളുകൾ കച്ചവടം നടത്തുന്നു. കച്ചവടത്തിൻ്റെ ചില ഫ്രോഡ് ആക്ടിവിറ്റീസ് പറയുന്നുണ്ട്. ചീപ്പായിട്ടുള്ള ക്ലോത്ത് ലേലം വിളിച്ചുകൊണ്ട് ഹൈ പ്രൈസിന് വിൽക്കുന്ന ഒരു കച്ചവടക്കാരൻ അവിടെയുണ്ട്. അതേപോലെ തന്നെ സെയിം ഫുഡ് പല പേരുകളിൽ മാറ്റം വരുത്തി ദിവസവും ലക്ഷറിയസ് ആയിട്ട് സെല്ല് ചെയ്യുന്ന ആളുകൾ അവിടെയുണ്ട്. അപ്പം അത്തരത്തിലുള്ള ആളുകളുടെ കൂടെ മതത്തെ വിറ്റ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ജനങ്ങളുടെ അന്ധവിശ്വാസത്തെ വിറ്റ് ക്യാഷാക്കുന്ന ഒരു ആസ്ട്രോളജറാണ് അവിടെ ഉള്ളത് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷേ ഒരു ഡയറക്റ്റ് ലൈറ്റിങ് ഈ ആസ്ട്രോളജർ ഇഷ്ടപ്പെടുന്നില്ല. ഒരു മങ്ങിയ വെളിച്ചമാണ് ഇയാൾ കൂടുതലും ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു ലൈറ്റിലാണ് ഇയാൾ ഇരിക്കുന്നതും. കാരണം വ്യക്തമായി ഇയാളെ കാണരുത്, ഒരു മിസ്റ്റിക് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പലതരം വെളിച്ചത്തിലുള്ള ലൈറ്റുകളുടെ മുഖത്ത് വരുന്നത്. അതാണ് ഇയാൾക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളെ ആ ഒരു ലുക്കിലേക്ക് കൊണ്ടെത്തിക്കാൻ, ഇയാളെ പ്രസൻറ്റ് ചെയ്യാൻ അത്രയും നല്ലത് അതാണെന്ന് മനസ്സിലാകുന്നു. അതുപോലെ തന്നെ ജനങ്ങളുടെ കാര്യങ്ങളാണ് ഇയാൾ പറയുന്നത്. കാരണം എല്ലാവർക്കും ഏകദേശം ഒരുപോലെയാണ് കാര്യങ്ങൾ പറയാനുള്ളത്. പക്ഷേ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇയാൾ സത്യം പറയുന്നത് കൊണ്ട് ഇയാൾ ഏൺ ചെയ്യുന്ന ക്യാഷും അയാൾ അതിന് വർത്തിയാണെന്ന് ജനങ്ങൾ ചിന്തിക്കുന്നു. പിന്നീട് പറയുന്നത് ഇയാളുടെ ചെറിയൊരു പാസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ വീട് വിട്ടു പോകേണ്ടി വരുന്ന സാഹചര്യം പറയുന്നു. അദ്ദേഹത്തിൻ്റെ ഫോർഫാദേഴ്സ്, അദ്ദേഹത്തിൻ്റെ അച്ഛനമ്മമാർ, വല്യച്ഛൻ, അങ്ങനെ ഫാമിലി ആയിട്ടുള്ള കർഷകരായിരുന്നു. പക്ഷേ അവിടെ തന്നെ നിൽക്കുകയായിരുന്നെങ്കിൽ ഇദ്ദേഹവും ഈ കർഷകരെ പോലെ തന്നെ പണിയെടുത്ത് അധ്വാനിച്ച് കല്യാണം കഴിച്ച് മരണപ്പെട്ടു പോകുമായിരുന്നു എന്ന് പറയുന്നു. പക്ഷേ അയാൾ വിദൂരത്തേക്ക് ട്രാവൽ ചെയ്ത് ഇപ്പോൾ നല്ലൊരു ജീവിതം, ആളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ജീവിതം നയിക്കുന്നു. നമ്മൾ പറഞ്ഞല്ലോ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പറയുന്നു. അത്തരത്തിലുള്ള ഒരു ജനങ്ങളുടെ പ്രശ്നങ്ങളെ കണക്കെടുത്ത് അതിനൊന്ന് അനലൈസ് ചെയ്തിട്ടാണ് ഇയാൾ ഇത്തരം കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞു വെക്കുന്നത്. അത് പല പ്രശ്നങ്ങളുണ്ട്. കല്യാണവും വിവാഹ ബന്ധങ്ങളും വിവാഹ ജീവിതവും വൈവാഹിക ജീവിതവും മറ്റു ഹ്യൂമൻ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പ്രശ്നങ്ങൾ എപ്പോഴും ഉള്ളത്. പക്ഷേ ആദ്യത്തെ 10 മിനിറ്റ് ആളുകളെ കേൾക്കുകയാണ് ചെയ്യുന്നത്. പിന്നീടാണ് അയാൾക്ക് എന്തോ ഒരു കോസ്മോളജിക്കൽ വിസ്റ്റം കിട്ടിയെന്ന പോലെ ഇയാൾ ഓരോ പ്രശ്നങ്ങളായിട്ട് പറയുന്നത്. അത് ജനങ്ങളുടെ ഒരു ചിന്തയെ, ജിജ്ഞാസയെ എല്ലാം തന്നെ അത് ഉണർത്തുന്നുമുണ്ട്. ഒരു ദിവസം എല്ലാ കച്ചവടം അവസാനം ഒരു നട്ട്സ് കച്ചവടം നടത്തുന്ന ആളും അതുപോലെ തന്നെ ഈ ആസ്ട്രോളജറും മാത്രം ബാക്കി നിൽക്കെ ഒരു ഇരുട്ടത്ത് ഇയാളുടെ അടുത്തേക്ക്
ഒരാൾ വരുന്നുണ്ട്. മറ്റൊന്നും തന്നെ ഇയാൾ എടുത്തില്ല. അപ്പോൾ പറയുന്നത് ഒരു അപരിചിതനായിട്ടുള്ള ആൾ ഇയാളുടെ അടുത്ത് വരുമ്പോൾ ഇയാൾ ഈ ആസ്ട്രോളജർ അയാളുടെ കയ്യിൽ നിന്ന് കിട്ടാവുന്നത് എന്തെങ്കിലും നേടിയെടുക്കാം എന്നുള്ള ലക്ഷ്യത്തോടെ അയാളോട് അതും ഇതും പറഞ്ഞ് അയാളെ പിടിച്ച് ലയ്ക്കുന്നു. അങ്ങനെ മറ്റൊരു വഴിയില്ലാതെ ആ സ്ട്രേഞ്ചറായിട്ടുള്ള ആൾ ഇയാളെ കാണുന്നു. പക്ഷേ ഇയാളുടെ മറുപടിയിൽ സാറ്റിസ്ഫൈഡ് ആവാത്ത ഈ ആൾ ഒരുപാട് ഈ ആസ്ട്രോളജറെ അൺകംഫർട്ടബിൾ ആക്കുന്നു. ഈ പേടിച്ചിട്ട് ഈ ആസ്ട്രോളജർ പലതരം കാര്യങ്ങളും ഇയാളോട് ഈ സ്ട്രേഞ്ചറിനോട് ഓഫർ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഇയാൾ ഇത്തരം പിടിക്കപ്പെട്ട അവസരങ്ങളിലൊക്കെ തന്നെ പറഞ്ഞ് പിടിച്ചു നിന്നത്. പക്ഷേ ഈ സ്ട്രേഞ്ചറിന് അതൊന്നും തന്നെ മതിയായില്ല. പക്ഷേ പെട്ടെന്ന് ഈ ആസ്ട്രോളജർ സ്ട്രേഞ്ചറിനോട് ഒരു കാര്യം പറയുന്നു. അയാൾ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് കുത്തേൽക്കപ്പെടുകയും മരിച്ചു എന്ന് സ്വയം വിചാരിച്ച് അല്ലെങ്കിൽ മരിച്ച പോലെ ജീവിക്കുകയാണ് എന്ന് അയാളുടെ സത്യം എനിക്കറിയാമെന്ന് പറഞ്ഞ് ഇയാളെ ഒന്ന് ഉലയ്ക്കുന്നു. ഇത് കേൾക്കുമ്പോൾ സ്ട്രേഞ്ചറും അതുപോലെ തന്നെ ഈ ആസ്ട്രോളജർ എന്തൊരു കോസ്മിക് വിസ്ഡം കിട്ടിയ ആളാണ്, അല്ലെങ്കിൽ മാനുഷിക ശക്തിയുള്ള അല്ലെങ്കിൽ അമാനുഷിക വിജ്ഞാനങ്ങൾ കൈവശമുള്ള ആളാണെന്ന് വിശ്വസിക്കുകയും ഒന്ന് ഞെട്ടുകയും ചെയ്യുന്നു. എങ്ങനെയാണ് തന്നെ അറ്റാക്ക് ചെയ്ത ആളെ കണ്ടുകിട്ടുക എന്ന്, അതുവഴി ഇയാളെ കൊല്ലാൻ പറ്റുക എന്ന് ആസ്ട്രോളജറോട് ഇയാൾ ചോദിക്കുന്നു. പക്ഷേ ആസ്ട്രോളജർ പറയുന്നത് അടുത്ത ജന്മത്തിലെ അത് സാധിക്കുമെന്ന് ആണ്. കാരണം മാസങ്ങൾക്ക് മുമ്പ് മറ്റൊരു ഗ്രാമത്തിൽ വെച്ച് അയാൾ മരണപ്പെട്ടിരിക്കുന്നു. ഇത് കേട്ട സ്ട്രേഞ്ചർ വളരെ ഡിസപ്പോയിൻറ്റഡ് ആകുന്നു. പക്ഷേ ആസ്ട്രോളജർ അയാളെ തൃപ്തിപ്പെടുത്തുവാനായി വളരെ മോശമായിട്ടുള്ള ലോറിക്കടിയിൽ ചതഞ്ഞ് മരിക്കുകയാണ് ആ കൊലയാളി ഉണ്ടായത് എന്ന് ആസ്ട്രോളജർ അയാളോട് പറയുന്നു. അതുപോലെ തന്നെ അയാളുടെ പേര് ഈ സ്ട്രേഞ്ചറായിട്ടുള്ള ആളുടെ പേര് ഗുരുനായകാണെന്നും അദ്ദേഹം പറയുന്നു. ഇനി താങ്കൾ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കരുത്. താങ്കൾക്ക് അലഞ്ഞു തിരിച്ച് നടക്കാനുള്ള ഒരു കാരണം ഇവിടെയില്ല. താങ്കളുടെ ശത്രു ഇവിടെയില്ല. അതുകൊണ്ട് താങ്കൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കരുത്. ഇനിയും താങ്കൾ ഈ ഒരു കാര്യവുമായി അലഞ്ഞു തിരിഞ്ഞ് നടന്നാൽ അത് വലിയ പ്രശ്നത്തിലേക്ക് ചെന്നെത്തിക്കുമെന്ന് ആൾ പറയുന്നു. അങ്ങനെ ആസ്ട്രോളജർക്ക് ഒരു മുഷ്ടി മുഴുവൻ കോയിൻ നൽകുന്നു. ഈ സ്ട്രേഞ്ചർ ആസ്ട്രോളജർക്ക് നൽകുന്നു. അങ്ങനെ ഇയാൾ വീട്ടിലേക്ക് ചെല്ലുകയും അവിടെ മക്കളോടൊപ്പം ഒക്കെ ഇരിക്കുമ്പോൾ ഗുരുനായകനെ കണ്ടുമുട്ടിയ കാര്യം പറയുന്നു. അങ്ങനെയാണ് ഇയാൾ അദ്ദേഹത്തിൻ്റെ പഴയ ജീവിതത്തിൽ ഗുരുനായകനെ ആക്രമിക്കുകയും കൊന്നുവെന്ന് വിചാരിക്കുകയും അതിനുശേഷം സ്വയം പഴിചാരിക്കൊണ്ട് ജീവിച്ച കാലവും എല്ലാം തന്നെ ഓർത്തെടുക്കുന്നത്. ഇത് കേട്ട് തൻ്റെ ഭർത്താവ് ഒരു കൊലപാതകം അറ്റംപ്റ്റ് നടത്തിയ ആളാണെന്ന് വിശ്വസിച്ച്, അല്ലെങ്കിൽ അത് കേട്ട് ഞെട്ടിക്കൊണ്ട് ഭാര്യയും ഇരിക്കുന്നു. പക്ഷേ ഇത് ചെറുപ്രായത്തിൻ്റെ ഒരു ചോദനയായിരുന്നു എന്ന് മനസ്സിലാക്കി അയാൾ തൃപ്തിയടയുന്നു. ഇത്രയുമാണ്.